സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. കഴിഞ്ഞ ദിവസങ്ങളിൽ പേർഷ്യൻ ഗൾഫിൽ പ്രവേശിച്ച ഒമാൻ കടലിടുക്കിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരുന്ന ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് പേടിപ്പിച്ച് ഓടിച്ചു എന്ന് വീരവാദമൊക്കെ മുഴക്കി ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം ഈ ദിവസങ്ങളിൽ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് അവർ അതിന് മറുപടി പറഞ്ഞൊരു തമാശ എന്ന നിലയ്ക്കാണ് അവരത് പറഞ്ഞത്. അവരുടെ ഒരു ഷിപ്പ് ഗൾഫ് ഓഫ് ഒമാനിൽ പോയിരുന്നു. അപ്പോൾ ഇതുപോലെ ഇറാന്റെ ഒരു ഹെലികോപ്റ്റർ വന്ന് വാൺ ചെയ്തു ഞങ്ങളുടെ വാട്ടേഴ്സിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങളുടെ വാട്ടേഴ്സ് അല്ല, ഇത് ഇന്റർനാഷണൽ വാട്ടേഴ്സാണ്, ഞങ്ങൾ ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ആ എക്സ്ചേഞ്ച് അവിടെ അവസാനിച്ചു എന്നാണ് അമേരിക്കൻ ഭാഷ്യം. നേരെ മറിച്ച് ഇറാന്റെ ഭാഷ്യം അനുസരിച്ച് അവർ പറയുന്നത് അവർ ഇനി ഈ വാട്ടേഴ്സിൽ കുറച്ചും കൂടി നിങ്ങൾ സൗത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ശരിയായി കളയും എന്ന് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയത് പേടിച്ചിട്ട് അമേരിക്ക വാലും പൊക്കി ഓടിക്കളഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഈ കപ്പലെന്ന് പറയുന്നത് ഒരു വിമാനവാഹിനി കപ്പലല്ല, ഒരു ഫ്ലീറ്റിന്റെ കൂടെ മൂവ് ചെയ്യുന്നൊരു കപ്പലാണ്. അതിനകത്തുള്ളത് ആന്റി മിസൈൽ സിസ്റ്റങ്ങൾ, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉള്ള ആന്റി മിസൈൽ സിസ്റ്റങ്ങളൊക്കെ ഉള്ള ഒരു ഷിപ്പാണത്. ആ ഷിപ്പിൽ നിന്നൊരു കുഞ്ഞു മിസൈൽ മതി ഈ ഹെലികോപ്റ്റർ താഴെ എത്താൻ. അപ്പോഴാണ് ഇവർ പറയുന്നത് ഈ ഹെലികോപ്റ്ററിനെ കണ്ട് പേടിച്ചിട്ട് ഇവർ ഓടിയത്. അപ്പോഴും ഇവരുടെ ആ ഒരു താല്പര്യം, അതായത് ദാറ്റ് ഇസ് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ ആൻഡ് ഡെത്ത് ടു ഓൾ ജ്യൂസ് എന്നുള്ള പ്രസ്താവനയും അവരുടെ സൈനിക തലത്തിലുള്ള ഒരാൾ ഇന്നും അത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഇറാനിലെ ഈ മദർ റെജീം 1930കളിലെ നാസി, ജർമ്മൻ നാസിക്ക് തുല്യമാണ്. ജർമ്മൻ നാസി വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? അവർക്ക് ജ്യൂസിനോടുള്ള അസാധാരണമായ വിരോധം. ഹിറ്റ്ലർ, എന്തിനാണ് ഹിറ്റ്ലറിന് ജ്യൂസിനോട് വിരോധം എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമില്ല. അദ്ദേഹം പറയുന്നത് എല്ലാ തിന്മകളും കൊണ്ടുവരുന്ന ജ്യൂസാണ്, മൾട്ടിനാഷണൽ കമ്പനികൾ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ രാജ്യത്തിലെ വ്യവസായങ്ങൾ നശിപ്പിക്കുന്ന ജ്യൂസാണ്, കമ്മ്യൂണിസം കൊണ്ടുവന്ന കാർൽ മാർക്സ് ജ്യൂ ആണ്. അപ്പൊ ഇങ്ങനെ ലോകത്തിലെ എല്ലാ തിന്മകളും കൊണ്ടുവരുന്ന ജ്യൂസാണ്, അതുകൊണ്ട് ജ്യൂസിനെ വധിക്കും എന്ന വളരെ റഫായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യതയില്ലാത്തൊരു എക്സ്പ്ലനേഷനാണ് ഹിറ്റ്ലർ അതിന് നൽകിയത്. ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇറാനും തരുന്നത്. ലോകത്തിലെ എല്ലാ തിന്മകളും ജ്യൂസിൽ നിന്ന് വരുന്നു, അതുകൊണ്ട് ജ്യൂസിനെ മൊത്തം കൊല്ലണം. അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിന് ജ്യൂസിനെ പറ്റില്ല, അതുകൊണ്ട് ജ്യൂസിനെ മൊത്തം കൊല്ലണം. ഇതാണ് അവരുടെ ചിന്ത. അപ്പൊ ഇക്കാര്യത്തിൽ ജർമ്മനിയും ഈ പറയുന്ന ഇറാനും ഒരേ വാദമാണ് നാസി ജർമ്മനിയും ഈ ഇറാനിലെ മദർ റെജീമും പുറപ്പെടുവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം ഡെത്ത് ടു അമേരിക്ക എന്നുള്ളതാണ്. അന്ന് ജർമ്മനിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ലോകത്തിന്റെ തലപ്പത്ത് വരിക എന്നുള്ളതാണ്. അന്ന് ലോകത്തിന്റെ തലപ്പത്ത് വരിക എന്ന് പറഞ്ഞാൽ ബ്രിട്ടനെ തകർക്കുക. അന്ന് ബ്രിട്ടനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഫസ്റ്റ് വേൾഡ് വാറിലൊക്കെ ലീഡ് ചെയ്ത് ബ്രിട്ടനാണ്. സെക്കൻഡ് വേൾഡ് വാർ ആണെങ്കിൽ തുടങ്ങിയ സമയത്ത് 1939 ഈ ജർമ്മനി ഓസ്ട്രേലിയയിൽ പ്രവേശിച്ചുകൊണ്ട് തുടങ്ങി വെച്ച സെക്കൻഡ് വേൾഡ് വാറിൽ ലീഡിംഗ് ഫിഗറായിട്ട് നിന്നത് ബ്രിട്ടനാണ്. അപ്പൊ ആ ബ്രിട്ടനെ തകർത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുക എന്നുള്ള സ്വപ്നമായിരുന്നു ജർമ്മനിക്കുണ്ടായിരുന്നത്. ലോകം ഭരിക്കേണ്ടത് ജർമ്മനിയാണ് എന്നുള്ള സ്വപ്നം. ഇതേ സ്വപ്നമാണ് ഇറാനുള്ളത്, US-നെ തകർക്കുക. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് US ആണ്. അപ്പൊ ആ US-നെ തകർത്ത് US-ന്റെ സ്ഥാനത്ത് US-ന്റെ കസേരയിൽ കയറിയിരുന്ന് ലോകത്തെ മൊത്തം ഭരിക്കുക എന്നുള്ള ഒരു സ്വപ്നമാണ് ഇറാനുള്ളത്. സ്വപ്നത്തിന് പ്രത്യേകിച്ച് ഫീസ് ഒന്നും കൊടുക്കണ്ടല്ലോ, അപ്പൊ സ്വപ്നം കാണാം. അപ്പൊ ആ ഒരു സ്വപ്നമാണ് ഡെത്ത് ടു അമേരിക്ക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇവോൾവ് ചെയ്ത് വരണം, ലോകം മുഴുവൻ ഇറാന്റെ കാൽച്ചുവട്ടിൽ കൊമ്പിടുന്ന ഒരു കാലം വരണം എന്നുള്ള സ്വപ്നമാണ്. അന്നത്തെ ജർമ്മനിയുടെ ജർമ്മനി അന്ന് കണ്ട സ്വപ്നം. പക്ഷെ ജർമ്മനി അന്ന് കണ്ട സ്വപ്നത്തിന് കുറച്ചൊക്കെ ഒരു വേറുണ്ടായിരുന്നു. കാരണം അവരുടെ രാജ്യത്തിന് അതിന് മാത്രമുള്ള സയന്റിഫിക് റിസോഴ്സ് ഉണ്ടായിരുന്നു, അതിന് മാത്രമുള്ള പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, മിലിറ്ററി പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അവരന്ന് ലോകശക്തി എന്ന നിലയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളോട് മുട്ടി നിൽക്കാൻ ശേഷിയുള്ള പവർ തന്നെയായിരുന്നു. അപ്പൊ അതിൻ്റെ കൂടെ ഇറ്റലിയും ജപ്പാനും കൂടി ചേർന്നപ്പം, ജപ്പാൻ 1940 തന്നെ യുദ്ധത്തിൽ ചേർന്നിട്ടുണ്ട്. ഇറ്റലിയും കൂടി ചേർന്ന് കഴിഞ്ഞപ്പം വാസ്തവത്തിൽ ബ്രിട്ടനോട് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഈ യുദ്ധത്തിൽ പിന്തള്ളപ്പെട്ടത് വാസ്തവത്തിൽ ബ്രിട്ടൻ ലീഡ് ചെയ്ത ഫോഴ്സ് തന്നെയാണ്. അതിനകത്ത് USSR ഉണ്ടായിരുന്നു. പിന്നീട് ഈ യുദ്ധത്തിന് വലിയൊരു ടേൺ വരുന്നത് പേൾ ഹാർബറിലാണ്. 1941 നവംബർ 21 പേൾ ഹാർബറിൽ ജപ്പാൻ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ജപ്പാന്റെ അന്നത്തെ അറ്റാക്കിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നുള്ളതാണ്. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എങ്ങാനും ഈ യുദ്ധത്തിലേക്ക് വന്നാലോ എന്ന് വിചാരിച്ച് അവരുടെ ഏറ്റവും വലിയ നേവൽ ബേസ്, പസഫിക്കിലുള്ള ഏറ്റവും വലിയ നേവൽ ബേസ് തകർത്ത് കളയുക. നേവൽ ബേസ് പേൾ ഹാർബറാണ്.
അത് തകർത്ത് കളയുക എന്ന ലക്ഷ്യത്തോടെ, ഇനി US തലപൊക്കരുത് എന്ന ലക്ഷ്യത്തോടെ, കാരണം US ഏറ്റവും വലിയ പവർ നേവൽ പവറാണ്, അത് തകർത്ത് കളയുക എന്ന ലക്ഷ്യത്തോടെ പേൾ ഹാർബർ 1941 അറ്റാക്ക് ചെയ്യുന്നു. ഏകദേശം 2403 അമേരിക്കൻ ഭടന്മാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ധാരാളം എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടു, കുറെ ഷിപ്പുകൾ നഷ്ടപ്പെട്ടു. അമേരിക്കയെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടാക്കി. വാസ്തവത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് സ്ലീപ്പിംഗ് ജയന്റ് വാസ് അവേക്കൻഡ്, അതായത് ഉറങ്ങിക്കിടന്ന രാക്ഷസനെ ഉണർത്തി എന്നാണ് ഈ അറ്റാക്കിനെ കുറിച്ച് പറയുന്നത്. ഏതാണ്ട് സമാനമായ ഒരു സംഗതിയാണ് ഈ ഹമാസ് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ കയറി കാണിച്ചു കൂട്ടിയത്. ഇസ്രായേൽ ഒന്നും ചെയ്യാതെ അവിടെ മര്യാദയ്ക്കിരുന്ന സമയത്ത് അവരുടെ നാട്ടിൽ കടന്നു കയറി ഈ പേൾ ഹാർബറിൽ ജപ്പാൻ കാണിച്ചതിന് തുല്യമായ ഒരു ആക്രമണമാണ് ഇവര് കാട്ടിക്കൂട്ടിയത്. അപ്പൊ അത് ഇസ്രായേൽ അതോടെ തീർന്നുപോയി എന്നാണ് ഇറാൻ വിചാരിച്ചത്. കാരണം ഇറാന്റെ ഒരു കൈയാണത്, ഹമാസ് എന്ന് പറയുന്നത് ഇറാന്റെ ഒരു കൈയാണ്. ആ കൈ കൊണ്ട് ഇസ്രായേലിനെ പ്രഹരിച്ചപ്പം ഇസ്രായേൽ തീർന്നുപോയി എന്നാണ് സ്വപ്നം കണ്ടത്. ജപ്പാൻ ഈ ചെയ്തതുപോലെ തന്നെയുള്ളൊരു സംഗതിയാണ് അവിടെ സംഭവിച്ചത്. അതിന് സമ്മാനമായിട്ട് അമേരിക്ക ജപ്പാന് തിരിച്ചു കൊടുത്തത് 2 ആറ്റം ബോംബുകളാണ്. ഈ ആറ്റം ബോംബുകളെ കുറിച്ച് പറയുമ്പോൾ ഈ ആറ്റം ബോംബ് ഒരു ദിവസം കൊണ്ടായ സാധനമൊന്നുമല്ല. അത് യൂറോപ്പിലും അമേരിക്കയിലും നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമാണ്. പ്രധാനമായിട്ട് യൂറോപ്പിലാണ് അതിന്റെ ആശയങ്ങൾ ജനിച്ചു വന്നത്. ജർമ്മനിയിലൊക്കെ ഇതിന്റെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ജർമ്മനിയിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്ത സയന്റിസ്റ്റുകൾ നല്ലൊരു ശതമാനം ആളുകൾ ജ്യൂസ് സയന്റിസ്റ്റുകളാണ്, ജ്യൂസ് ആയിരുന്നു. അപ്പൊ അവര് പിന്നീട് ഈ ഹിറ്റ്ലറിന്റെ കാലത്ത് ജ്യൂസിന്റെ നേരെയുള്ള ആക്രമണം കാരണം അവര് ജർമ്മനിയിൽ നിന്ന് വിട്ടോടി ആദ്യം ബ്രിട്ടനിലും ഫ്രാൻസ് പോലത്തെ രാജ്യങ്ങളിലും ഒക്കെ എത്തിയിട്ട് പിന്നീട് അമേരിക്കയിലേക്ക് അവിടെ കുടിയേറുകയാണ് ചെയ്തത്. ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് പോയത്. അപ്പൊ ഇത് ഈ ഒരു റിസർച്ച് നമുക്കറിയാം. ഈ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 1850 ആറ്റമിക് തിയറി മുൻപോട്ട് വയ്ക്കുന്നത്. അവിടെയാണ് ഇതിന്റെ തുടക്കം. ആറ്റമിക് തിയറി എന്ന് പറയുന്ന ഒരു സാധനം മുൻപോട്ട് വയ്ക്കുന്നു. 1910 റൂദർഫോർഡ്, ജെ തോമസനൊക്കെ എക്സ്പെരിമെന്റ് വഴി ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു, ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺസ് ഉണ്ട് എന്ന പോസ്റ്റുലേറ്റ് വരുന്നു. പിന്നീട് നീൽ ബോറിന്റെ ആറ്റമിക് സ്ട്രക്ചർ വരുന്നു. അവിടെയും ഇലക്ട്രോൺ 1914 നീൽ ബോറിന്റെ ആറ്റമിക് സ്ട്രക്ചർ വരുന്നത്. അവിടെയും ഈ സെൻട്രൽ ന്യൂക്ലിയസ്, അതിന് പോസിറ്റീവ് ചാർജ്, അപ്പം അതിനകത്ത് പ്രോട്ടോൺ, അതിന് ചുറ്റും ഇലക്ട്രോൺ തിരിയുന്നു. ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് വരുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെ പാരലായിട്ട് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ 19ാമത്തെ വയസ്സിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രപ്പോസ് ചെയ്യുന്നു. അതിനകത്ത് നിന്ന് ഇവാൾവ് ചെയ്ത് വരുന്ന ഇക്വേഷനാണ് E=mc². എനർജിയും മാസും തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷൻ. അതിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് ഇല്ല. 1900 മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി പ്രപ്പോസ് ചെയ്യുന്നു. ആ ക്വാണ്ടം തിയറിക്കകത്താണ് ശരിക്കും E=mc² എന്നുള്ളതിന്റെ എക്സ്പെരിമെന്റൽ പ്രൂഫ് കിടക്കുന്നത്. ഈ തിയറികൾ രണ്ടും കമ്പൈൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. 1898 തന്നെ ക്യൂറി ദമ്പതികൾ, പിയറി ക്യൂറി, മേരി ക്യൂറി, അവരെ പിച്ച് ബ്ലൻഡിൽ നിന്ന് യുറേനിയം വേർതിരിച്ചെടുക്കുന്നു. ഇപ്പൊ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് വരുന്നു. ഇനി 1913 സോഡി എന്ന് പറയുന്ന സയന്റിസ്റ്റ്, റൂദർഫോർഡിന്റെ സ്റ്റുഡന്റ് ആണ് അദ്ദേഹം. സോഡി എന്ന് പറയുന്ന സയന്റിസ്റ്റ് റേഡിയോ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ആറ്റങ്ങൾ വിഘടിക്കപ്പെടുന്നതായി അദ്ദേഹം കണ്ടുപിടിക്കുന്നു. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയിൽ ആറ്റങ്ങൾ വിഘടിക്കപ്പെടുന്നു എന്നുള്ളത് 1913 തന്നെ കണ്ടുപിടിക്കുന്നു. ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഒരു ആയുധത്തിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാലത്ത് തന്നെ ചിന്തകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ നോവൽ ഉണ്ടായിട്ടുണ്ടെന്ന്, ഇതുകൊണ്ട് ഒരു ഓറഞ്ചിന്റെ വലിപ്പമുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും, ആ സാധനം കൊണ്ട് ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാലത്ത് തന്നെ ഒരു നോവലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചർച്ചിൽ അന്ന് ഇതിൽ ആകൃഷ്ടനായിരുന്നു. പക്ഷെ അന്നൊന്നും ഇതൊരു ആയുധമാക്കി മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടെക്നിക് സയന്റിസ്റ്റിന് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആ മേഖലയിൽ ധാരാളം വികസനങ്ങൾ നടന്ന കാലമാണ്. കാരണം ഫസ്റ്റ് വേൾഡ് വാർ വന്നു, ലോകത്തിൽ ധാരാളം ഡിമാൻഡ്സ് വന്നു. ആ ഡിമാൻഡ്സ് അനുസരിച്ച് റിസർച്ച് കണ്ടമാനം വളർന്നു. അങ്ങനെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 1932 ചാഡ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചതാണ്. ആറ്റത്തിനകത്ത് തന്നെ, ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട് എന്നുള്ളത് ചാഡ്വിക്ക് കണ്ടുപിടിക്കുന്നു. അത് ചാർജ് ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ന്യൂട്രോൺ ആണ് പിന്നീട് എല്ലാ ആറ്റമിക് റിയാക്ഷൻസിലെയും ബുള്ളറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു തോക്കിൽ നിന്ന് വെടിവെക്കുന്ന സമയത്ത് ഒരു ബുള്ളറ്റ് പോയിട്ട് അതിന്റെ പർപ്പസ് നിർവഹിക്കുന്നത് പോലെ ഒരു ബുള്ളറ്റിന്റെ ജോലി നിർവഹിക്കുന്ന ന്യൂട്രോണിനെ 1932 ചാഡ്വിക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതില് 1933 തന്നെ ജർമ്മൻ സയന്റിസ്റ്റ് ആയിട്ടുള്ള ലിയോ സിലാഡ് അദ്ദേഹം ഈ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസിനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു. പക്ഷെ അന്ന് ഈ അദ്ദേഹം ഒരു ജൂ ആണ്, അദ്ദേഹം ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ജർമ്മനിയിലെ ജ്യൂസിന് റിപ്പർക്കഷൻ ഉള്ളതുകൊണ്ട് ഇദ്ദേഹം ലണ്ടനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ ഐഡിയ ചർച്ചിലിന്റെ കയ്യിൽ കിട്ടുന്നു. ആറ്റമിക് റിസർച്ച് ആദ്യം തുടങ്ങുന്നത് ബ്രിട്ടനാണ്. ഈ സിലാഡിന്റെ നേതൃത്വത്തിലാണ് ആറ്റമിക് റിസർച്ച്. അവിടെ വെച്ചിട്ടാണ്
ഹെർമിയും അതുപോലെ ക്യൂറീസും ഒക്കെ ഇദ്ദേഹത്തോട് ജോയിൻ ചെയ്യുകയും അങ്ങനെ ആറ്റമിക് റിസർച്ച് ലണ്ടനിൽ പ്രോഗ്രസ് ആവുകയും ചെയ്യുന്നു. ഏകദേശം 1938 അതായത് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുൻപ് ഓട്ടോ ഹാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ജർമ്മനിയിലും ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷനെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹം ജർമ്മനിയിലും ഒരു വെപ്പൺ ഉണ്ടാക്കാനുള്ള സാധ്യത ഓട്ടോ ഹാന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ നടക്കുന്നുണ്ട്. ജപ്പാനിലും സമാനമായിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടക്കുന്നുണ്ട്. ഏകദേശം 1939 വേൾഡ് വാർ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് സമാനമായ റിയാക്ഷൻസ് തുടങ്ങുന്നുണ്ട്. പക്ഷെ അമേരിക്ക ആ സമയത്തൊന്നും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അമേരിക്കയിലെ ഓപ്പൺഹീമർ അടക്കമുള്ള ആളുകളുണ്ട്, റുദർഫോർഡ് ഉണ്ട്, പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും അവർ ഇതിനെ ഒരു വെപ്പണാക്കുന്നതിനെ സംബന്ധിച്ചുള്ള റിസർച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ 1939 ആൽബർട്ട് ഐൻസ്റ്റീൻ റൂസ്വെൽറ്റിന് ഒരു കത്തയക്കുന്നു. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് റൂസ്വെൽറ്റിന് കത്തയക്കുകയാണ്. ജർമ്മനി ഈ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷനെ ഒരു വെപ്പണാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അന്ന് അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രാജ്യമാണ്. അവർക്ക് ഇതിനകത്തൊന്നും ഒരു ബന്ധവുമില്ല. ഇത് നടക്കുന്ന യൂറോപ്പിലാണ്. സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ തുടങ്ങിയിട്ടുള്ളത് യൂറോപ്പിലാണ്. അമേരിക്ക അറ്റ്ലാന്റിക്കിന് അപ്പുറത്ത് കിടക്കുന്ന രാജ്യമാണ്. അവർക്ക് ഇതിനകത്ത് കാര്യമൊന്നുമില്ല. പക്ഷെ അത് 1942 പേൾ ഹാർബർ ആക്രമണം ഉണ്ടായതിനു ശേഷം വളരെ പെട്ടെന്ന് മാൻഹാട്ടൻ പ്രോജക്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് റൂസ്വെൽട്ട്. ഈ ഐൻസ്റ്റീൻ ലെറ്റർ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം ഐൻസ്റ്റീന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഓപ്പൺഹീമറിനെ അതിന്റെ സയന്റിഫിക് വിങ്ങിന്റെ തലപ്പത്തിരുത്തിക്കൊണ്ട് മാൻഹാട്ടൻ പ്രോജക്ട് ഒരുപാട് മനുഷ്യർ 10,000 സയന്റിസ്റ്റുകളുണ്ട് അതിന് പുറകെ. നമ്മൾ പേരെടുത്ത് പറയുന്ന 51 എണ്ണം പറയുന്ന സയന്റിസ്റ്റുകളുണ്ട്. 35 ലബോറട്ടറികളിലായിട്ടാണ് റിസർച്ച് നടക്കുന്നത്. അപ്പൊ പാരലായിട്ട് ബ്രിട്ടനിൽ റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഈ അമേരിക്കൻ റിസർച്ച് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നു. ബ്രിട്ടൻ ആവട്ടെ, ജർമ്മനിക്കാവട്ടെ, ജപ്പാൻ ആവട്ടെ സാമ്പത്തികമായിട്ട് ഈ ഒരു റിസർച്ചിനെ താങ്ങാനുള്ള ശേഷിയില്ലാതെ പോകുന്നു. അങ്ങനെ ബ്രിട്ടൻ അമേരിക്കയുടെ കൂടെ ചേർന്ന് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പ്രോജക്റ്റുകൾ ഒന്നിച്ചാക്കുന്നു. അത് പിന്നീട് അമേരിക്കയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. മാൻഹാട്ടനിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു. കാനഡയും ഈ പ്രോജക്റ്റിനോട് ചേരുന്നു. കാരണം കാനഡയുടെ ഇഷ്ടംപോലെ ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ട്, യുറേനിയം ഉണ്ട്. അങ്ങനെ കാനഡയും അമേരിക്കയും ബ്രിട്ടനും ചേർന്നാണ് ഈ മാൻഹാട്ടൻ പ്രോജക്റ്റ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വാസ്തവത്തിൽ ഇവരുടെ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ 1942 പേൾ ഹാർബറിന് ശേഷം US വരുന്നുണ്ട്. അപ്പം US ബ്രിട്ടനും USSRുമാണ് ഇതിനകത്ത് പ്രധാന അലൈസ്. പക്ഷെ USSRനോട് ബ്രിട്ടൻ ആവട്ടെ അമേരിക്ക ആവട്ടെ ഇങ്ങനെ റിസർച്ചിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഇത് മുൻപോട്ട് പോകുന്നു. USSR ന്യൂക്ലിയർ റിസർച്ചിലൊന്ന് വന്നിട്ടുമില്ല. അതിനിടയിൽ റിസർച്ചിനിടയിലൂടെ ഇവർ കണ്ടുപിടിച്ചൊരു കാര്യം, ഈ ഓപ്പൺഹീമറിന്റെ നേതൃത്വ ടീം കണ്ടുപിടിച്ച കാര്യം, യുറേനിയത്തിന്റെ ആക്റ്റീവ് ഐസോട്ടോപ്പ് യുറേനിയം 235 ആണ്. അതിനകത്തേക്ക് ഒരു ന്യൂട്രോണിനെ കടത്തിവിടാൻ സാധിച്ചാൽ യുറേനിയം 235 ടപ്പ് ഒറ്റയടിക്ക് ആറ്റം വിഭജിക്കപ്പെടും. അതിൽ നിന്ന് 2-3 കുഞ്ഞു ആറ്റങ്ങൾ ഉണ്ടാവും. കുറച്ച് മാസ് കാണാതാവും. ആ കാണാതാവുന്ന മാസ് E=mc² എന്ന ഇക്വേഷൻ പ്രകാരം വലിയ തോതിലുള്ള ഊർജ്ജമായിട്ട് മാറും. ഇതാണ് അവരുടെ ബേസിക് പ്രിൻസിപ്പിൾ. ഇതനുസരിച്ച് യുറേനിയം 235 വേർതിരിച്ചെടുത്ത് ഒരു ക്രിട്ടിക്കൽ മാസ് വേണം എന്നുള്ളതും ഇതിനകത്ത് അതിനിടയിലൂടെ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. ഇതൊക്കെ ഈ റിസർച്ചിനിടയിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യമാണ്. ഒന്നും മുൻകൂട്ടി അറിയുന്ന കാര്യമല്ല. ക്രിട്ടിക്കൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു യുറേനിയം പൊട്ടുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 2.5 ന്യൂട്രോൺസ് റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ന്യൂട്രോൺ ഒരു യുറേനിയം 235 ആറ്റത്തിന്റെ ഉള്ളിൽ കിടന്ന് ആ ആറ്റത്തിനെ വിഭജിച്ചു കഴിഞ്ഞാൽ ആ വിഭജിക്കപ്പെടുന്ന ആറ്റങ്ങളുടെ കൂട്ടത്തിൽ 2.5 അതായത് 3ഓളം പുതിയ ന്യൂട്രോണുകൾ രൂപപ്പെടുകയും ആ പുതിയ ന്യൂട്രോണുകൾ വേറെ യുറേനിയം 235 ആറ്റങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അതിനെ വിഘടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ 3 പിന്നീട് 9 ആവും, 9 പിന്നീട് 27 ആവും. ഇത് ചെയിൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഈ ചെയിൻ റിയാക്ഷൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ യുറേനിയം 235 ഒരു മിനിമം തൂക്കം, മിനിമം മാസ് ആവശ്യമുണ്ട് എന്നുള്ളത് ഇതിനിടയിലൂടെ മനസ്സിലാക്കുന്നു. അതിന്റെ പേരാണ് ക്രിട്ടിക്കൽ മാസ്. അപ്പൊ ആ ക്രിട്ടിക്കൽ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെയിൻ സസ്റ്റെയിൻ ചെയ്ത് ഇതൊരു ബോംബായി മാറുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആ റിസർച്ചിനിടയിലൂടെയാണ് അവർക്ക് പിടികിട്ടിയത്. യുറേനിയത്തിന്റെ വേറൊരു ഐസോട്ടോപ്പായ യുറേനിയം 238 യാതൊരു റേഡിയോ ആക്ടിവിറ്റി ഇല്ലാത്ത സാധനമാണ്, എക്സ്ട്രീംലി സ്റ്റേബിൾ ആണ്. അതിനകത്തേക്ക് ഒരു ന്യൂട്രോണിനെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അത് യുറേനിയം 239 ആവും. ആ യുറേനിയം 239 ഉടനെ തന്നെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നെപ്റ്റ്യൂണിയം 239 ആയിട്ട് മാറും. നെപ്റ്റ്യൂണിയം 239 വീണ്ടും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പ്ലൂട്ടോണിയം 239 ആയിട്ട് മാറും. ഈ പ്ലൂട്ടോണിയം 239 യുറേനിയം 235 പോലെ തന്നെയുള്ള ഹാഫ് ലൈഫ് പീരീഡ് ഉള്ള ഒരു ആറ്റമാണെന്നും അതുകൊണ്ട് തന്നെ അതും ബോംബിൽ ഉപയോഗിക്കാമെന്നും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ പ്ലൂട്ടോണിയം 239 യുറേനിയം 235 ഈ 2 ന്യൂക്ലിയസുകളെ ബേസ് ചെയ്തിട്ടാണ് പിന്നീട് ഈ റിസർച്ച് മുന്നോട്ട് പോകുന്നത്. 1945 റൂസ്വെൽട്ട് മരിക്കുന്നു. ട്രൂമാൻ പ്രസിഡന്റായിട്ട് സ്ഥാനമേൽക്കുന്നു. അതിനിടയിലൂടെ ജർമ്മനി പരാജയം സമ്മതിക്കുന്നു. പക്ഷേ ജപ്പാൻ കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. ജപ്പാനോട് കീഴടങ്ങാൻ അമേരിക്ക ആവശ്യപ്പെടുന്നു. അമേരിക്കയുടെ ഉള്ളിൽ പഴയ വൈരാഗ്യം, പേൾ ഹാർബർ ആക്രമിച്ച വൈരാഗ്യം കിടക്കുന്നുണ്ട്. ജപ്പാൻ ഒരു തരത്തിലും കീഴടങ്ങുകയില്ല എന്ന് വാശി പിടിക്കുന്നു. പക്ഷെ അവർ USSRനോട് വേണമെങ്കിൽ കീഴടങ്ങാൻ സമ്മതിച്ചതായി പറയപ്പെടുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ശരിയോ തെറ്റോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും അവർ കീഴടങ്ങാൻ തയ്യാറായില്ല.
അപ്പം അവരെ ബോംബ് ചെയ്യും എന്ന് ട്രൂമാൻ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ന്യൂക്ലിയർ ബോംബ് എന്നൊരു സാധനത്തെക്കുറിച്ച് അന്ന് ലോകത്തിന് അറിയുമായിരുന്നില്ല, അതിന്റെ ശക്തിയെക്കുറിച്ച് അറിയുമായിരുന്നില്ല. പ്രയോഗിക്കാൻ പോകുന്നത് ന്യൂക്ലിയർ ബോംബാണെന്ന് ട്രൂമാൻ ഇട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ 1945 ജൂലൈ 16 ഇവര് അൽമോഗാഡോ ഡെസാർട്ട് ഓഫ് ന്യൂ മെക്സിക്കോയിൽ ഇവര് ഈ ന്യൂക്ലിയർ വെപ്പൺ പരീക്ഷിച്ചു നോക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, അണ്ടർഗ്രൗണ്ട് എക്സ്പ്ലോഷൻ നടത്തിയിട്ടുള്ളത് ജൂലൈ 16, 1945 അലാമോ ഗോർഡോ ഡെസാർട്ട്, ന്യൂ മെക്സിക്കോ എന്നുള്ളത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് ആണെന്ന് പറയാം. ആ സ്റ്റേറ്റിലെ ഒരു കൊച്ചു മരുഭൂമിയിലാണ് ഇത് എക്സ്പോർട്ട് ചെയ്ത് പരീക്ഷിക്കുന്നത്. ഇത് ജൂലൈ 16, 1945 ജൂലൈ കഴിഞ്ഞ അടുത്ത മാസം ഓഗസ്റ്റ് 6 ഹിരോഷിമയിലെ യുറേനിയം ബേസ്ഡ് ആയിട്ടുള്ള ആറ്റം ബോംബ് അമേരിക്ക പ്രയോഗിക്കുന്നു. ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ പ്ലൂട്ടോണിയം ബേസ്ഡ് ആയിട്ടുള്ള ബോംബും അമേരിക്ക പരീക്ഷിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തുണ്ടായ എക്സ്പ്ലോഷൻ റിസൾട്ട് ലോകം മുഴുവൻ അറിയുന്നതാണ്. അറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അമേരിക്ക ഇതിന്റെ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തുവിട്ടു. അമേരിക്ക പുറത്തുവിട്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ബോംബുകൾ വർഷിക്കുന്നതിന് മുൻപ് USSRനെ അമേരിക്ക ഇൻഫോം ചെയ്തിരുന്നു. പക്ഷേ ഇത് ന്യൂക്ലിയർ ബോംബാണ് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ല. വർഷിക്കാൻ പോകുന്നത് ജപ്പാൻ ബോംബ് ചെയ്യുമെന്ന ഇൻഫർമേഷൻ മാത്രമേ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നാണ് USSR പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മളതിന് ചരിത്രത്തിലേക്ക് കൂടുതൽ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ബോംബ് ഉണ്ടാക്കി അമേരിക്കയുടെ തലയിൽ കൊണ്ടിടണം എന്നുള്ളതാണ് ഇന്ന് ഇറാന്റെ മോഹം. ഇറാൻ സ്വപ്നം കാണുന്നത് ഈ ആറ്റം ബോംബ് എവിടെ നിന്നൊക്കെയോ കട്ടെടുത്ത ടെക്നോളജി ഉപയോഗിച്ച്, ഞാൻ ഈ പറഞ്ഞ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സയന്റിസ്റ്റുകളുടെ ഹാർഡ് വർക്ക് കൊണ്ട് ഒരു നൂറ്റാണ്ട് കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്ന സാധനമാണിത്. 1850കളിൽ ജോൺ ഡാൾട്ടന്റെ ആറ്റമിക് തിയറിയിൽ നിന്ന് വളർന്നു വന്ന് നിരവധിയായിട്ടുള്ള സയന്റിസ്റ്റുകളോട് വളർന്നു വന്നിട്ടാണ് ഏകദേശം 100 വർഷത്തിന് ശേഷം ഇതൊരു ആറ്റം ബോംബായിട്ട് എക്സ്പ്ലോർഡ് ചെയ്യുന്നത്. ആ ടെക്നോളജി നമ്മളുടെ എക്യുഗ്യാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് നെതർലാൻഡ്സിൽ പോയി കട്ടുകൊണ്ട് വന്ന് അത് പിന്നീട് ഇറാന് കൈമാറി ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു ബോംബുണ്ടാക്കി അമേരിക്കയുടെ തലയിൽ കൊണ്ടിടാം എന്നുള്ളതാണ് ഇറാന്റെ ഇന്നത്തെ സ്വപ്നം. അതായത് അന്ന് ജർമ്മനി കണ്ട സ്വപ്നത്തിന് സമാനമായിട്ടുള്ള സ്വപ്നം, ഇത് അമേരിക്കയുടെ തലയിലിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറാം എന്ന് ഇറാൻ ഇന്ന് സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത.